നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും 6ാം ചരമവാർഷിക ദിനം വിപുലമായി ആചരിച്ചു. തൃക്കരിപ്പൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും 6ാം ചരമവാർഷികം ആചരിച്ചു. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കൗൺസിൽ പള്ളിക്കരയിൽ നടന്നു. CS സുജാത ഉദ്ഘാടനം ചെയ്തു. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. അന്തർ സംസ്ഥാന ചെസ് ടൂർണമെന്റ് പുല്ലൂർ സംസ്കൃതി ഹാളിൽ നടന്നു. കഫേ കുടുംബശ്രീ മേളയിലെ ഇഷ്ടവിഭവമായ അട്ടപ്പാടിയിലെ വനസുന്ദരി വിഭവത്തിന് ആരാധകർ ഏറെയാണ്. 3 നാൾ നീണ്ട ത്യാഗരാജ പുരന്ദരദാസ സംഗീതോത്സവം സമാപിച്ചു. കുഞ്ചവൃത്തിയും നടന്നു. പുതിനൂർ ക്ഷേത്രത്തിലേക്കുള്ള കലശക്കുടത്തിന് വഴികാട്ടുന്ന കൂറ്റൻ ചൂട്ടുകളുടെ അകമ്പടിയോടെ രൗദ്രഭാവവുമായി പുതിയാറമ്പൻ എത്തി. വാർത്തകൾ വിശദമായി. പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും 6ാം ചരമവാർഷിക ദിനം വിപുലമായി ആചരിച്ചു. അനുസ്മരണ പൊതുയോഗവും നടന്നു. സമയത്തിനകം എത്തിച്ചേരും. ഈ നാടിനെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നെഞ്ചോടെ ഈ ആകാശത്തിനുണ്ട്, സൗന്ദര്യമുണ്ട്. ഈ പൂമ്പാറ്റകൾ പാടുന്നത് നീ കണ്ടോ? ഇരടിങ്ങേണ്ടി വരില്ല എന്ന് കരുതി അദ്ദേഹം എത്തിച്ചേരും. നീ ഈ രാജ്യത്ത് ഈ കയ്യനാടിന്റെ ചരിത്രം, കേരളത്തിന്റെ ചരിത്രമായി മാറുകയാണ്. ഏറ്റവും പരമോന്നത നീതിപീഠമായിട്ടുള്ള ഈ നാട്ടിൽ വരസാമെന്ന് കരുതിയ നിന്നെ ഞങ്ങൾ പൂട്ടിട്ട് കടന്നുപോയി. ഈ രാജ്യത്തെ സർക്കാരും ഈ ഭരണകൂടവും ഞങ്ങളിട്ട് പൂട്ടിയ പൂട്ട് ശരത്തിലാലും കൃപേഷിന്റെയും ഈ കല്യോട്ടിന്റെ മണ്ണിലേക്ക് നിരത്തി അവരുടെ പ്രതികാരനാളത്തെ, അവരുടെ പ്രതികാര വാഞ്ചയെ CPM-ന്റെ ആളുകൾക്ക് നീയും നിന്റെ കൂട്ടാളികളും സറണ്ടർ ആയതിനു ശേഷം കോടതി വരാന്തകൾ നീതിപീഠത്തിലേക്ക് പോയി അവിടെ നിന്നുകൊണ്ട് തൃക്കരിപ്പൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിയ കല്യോട്ടെ രക്തസാക്ഷികളായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും 6ാം ചരമവാർഷികം ആചരിച്ചു. അനുസ്മരണ പരിപാടി കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായിരിക്കെ രാഷ്ട്രീയ എതിരാളികളാൽ കൊല്ലപ്പെട്ട പെരിയ കല്യോട്ടെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ക്ലോക്ക് ടവർ പരിസരത്ത് അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടന്നു. അനുസ്മരണ ചടങ്ങ് കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുമായ ശ്രീ DK ശിവകുമാറും കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ K സുധാകരൻ അടക്കമുള്ള നേതാക്കളും ഷാഫി പറമ്പിലടക്കമുള്ള MP-മാരും സംബന്ധിക്കുകയാണ്. ഒരൊറ്റ സന്ദേശം മാത്രമാണ് ഈ രക്തസാക്ഷി ദിനത്തിലൂടെ ഞങ്ങൾക്ക് നൽകാനുള്ളത്. നിങ്ങൾ എത്രമാത്രം അക്രമത്തിലൂടെ നമ്മുടെ പിഞ്ചുമക്കളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും വർദ്ധിത വീര്യത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക ഉയർത്തിക്കൊണ്ട് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് എന്ന് വിളിക്കാൻ അനേകം ആളുകൾ. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രമേഷ് തൈക്കീൽ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വൈശാഖ് കുവാരത്ത്, മണ്ഡലം ഭാരവാഹികളായ K സജേഷ്, സുബീഷ് ഒളവറ, കോൺഗ്രസ് നേതാക്കളായ KV മുകുന്ദൻ, KNC ഇബ്രാഹിം, അജിത് തൈക്കീൽ എന്നിവർ സംസാരിച്ചു. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കൗൺസിൽ പള്ളിക്കരയിൽ നടന്നു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് CS സുജാത ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരെ സ്ഥിരം ജീവനക്കാരാക്കി സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കൗൺസിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ നൽകുന്ന ഹോണററിയം 15,000 രൂപയായി ഉയർത്തുക, ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ 5 ലക്ഷം രൂപയും മാസം 5,000 രൂപ പെൻഷനും നൽകുക, വിരമിക്കാനുള്ള പ്രായപരിധി 65 വയസ്സാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ നടന്ന സംസ്ഥാന കൗൺസിൽ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് CS സുജാത ഉദ്ഘാടനം ചെയ്തു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് പാർലമെന്റിലെ 2 വനിതാ MP-മാരായിരുന്നു ഇന്നത്തെ വനിതാ കമ്മീഷൻ
കമ്മീഷൻ്റെ അധ്യക്ഷയായിട്ടുള്ള സതീദേവിയും മാവേലിക്കലിൻ്റെ MP ആയിരുന്ന ഞാനും. അന്ന് ധനകാര്യമന്ത്രിയും അതുപോലെ സഭയിലുണ്ട്. അന്നത്തെ ആരോഗ്യമന്ത്രി ഗുലാം നബി ആസാദ് അടക്കമുള്ള ആളുകൾ അന്ന് പാർലമെൻറ്റിനകത്ത് നടത്തിയ ചർച്ചയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ആരോഗ്യ മേഖലയിൽ മാറ്റമുണ്ടാക്കിയെടുക്കാൻ, കാരണം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്ത് മാതൃമരണ നിരക്ക് കുറയുന്നില്ല. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് MP പ്രഭാവതി അധ്യക്ഷയായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി PV പ്രേമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം, സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, സംസ്ഥാന ട്രഷറർ രജനി മോഹൻ, മധു മുതിയക്കാൽ, A മാധവൻ, കാറ്റാടി കുമാരൻ, K രവീന്ദ്രൻ, E മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ P മണിമോഹൻ സ്വാഗതവും ജനറൽ കൺവീനർ E രമണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി VK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ C ബാലകൃഷ്ണൻ നഗറിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി VK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 16 മെയ് മാസം 30 തീയതികളിൽ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം 26ാം സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടക്കാൻ പോവുകയാണ്. അങ്ങനെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ യൂണിറ്റ് സമ്മേളനം മുതലുള്ള വിവിധ തരത്തിലുള്ള സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സംഘടന നിലവിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും ഈ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് M ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് വികാസ് KR അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഹോസ്തൃക ബാർ അസോസിയേഷൻ പ്രസിഡന്റ് KC ശശീന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം V കമലാക്ഷൻ, സംസ്ഥാന കമ്മിറ്റി അംഗം C രവി, സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽകുമാർ C, ജില്ലാ കമ്മിറ്റി അംഗം VM ജയദേവൻ, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ B പ്രശാന്ത് കുമാർ, A ഗണേഷ്, ഹോസ്തൃക യൂണിറ്റ് പ്രസിഡന്റ് VV ബാലൻ, കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് ജയറാം ഷെട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ശ്രീനിവാസൻ PP പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ശ്രീനിവാസൻ PP സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി രഘുനാഥ് നായിക് നന്ദിയും പറഞ്ഞു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി രഘുനാഥ് നായിക്, വൈസ് പ്രസിഡന്റായി KP ഗംഗാധരൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. സെക്രട്ടറിയായി V ബാബു, ജോയിന്റ് സെക്രട്ടറിയായി ജഗദീഷ് B, ട്രഷററായി ശ്രീനിവാസൻ PP എന്നിവരെയും തെരഞ്ഞെടുത്തു. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗമായി VM ജയദേവൻ, സ്റ്റേറ്റ് കൌൺസിൽ അംഗങ്ങളായി C രവി, കമലാക്ഷ K എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അന്തർ സംസ്ഥാന ചെസ് ടൂർണമെന്റ് പുല്ലൂർ സംസ്കൃതി ഹാളിൽ നടന്നു. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP T ഉത്തം ദാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതി പുല്ലൂരിന്റെയും ചെസ് അസോസിയേഷൻ കാസർഗോഡിന്റെയും നേതൃത്വത്തിലാണ് അന്തർ സംസ്ഥാന ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. സംസ്കൃതി പുല്ലൂർ ഹാളിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP T ഉത്തം ദാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതി പുല്ലൂരിന്റെ കഴിഞ്ഞ 10 വർഷക്കാലമായി നാടിനും വളർന്നുവരുന്ന തലമുറക്കും അവർ നൽകുന്ന സംഭാവനകളെ കുറിച്ച് തീർച്ചയായും സംസ്കൃതി പുല്ലൂർ സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷം അറിയിക്കുകയാണ്. സംസ്കൃതി പുല്ലൂരിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും എൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ്. ഏതായാലും ഇന്നിവിടെ ഒരു ചെസ് ടൂർണമെൻ്റാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചെസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവരും എനിക്ക് തോന്നുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ കുട്ടികളാണ്. T ഉത്തം ദാസും ചെസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുകുമാരൻ കാലിക്കടവും തമ്മിലുള്ള ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ T ഉത്തം ദാസ് ആദ്യ കരു നീക്കിയതോടെ മത്സരങ്ങൾക്ക് തുടക്കമായി. സംസ്കൃതി പ്രസിഡന്റ് രത്നാകരൻ മധുരമ്പാടി അധ്യക്ഷനായി. ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KB രാജേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് KV അയ്യപ്പൻ, AT ശശി, ഉണ്ണികൃഷ്ണൻ വണ്ണാർവയൽ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ മുതിർന്ന ചെസ് കളിക്കാരനും പരിശീലകനുമായ P ശ്രീരാമൻ നമ്പൂതിരിയെ ചടങ്ങിൽ ആദരിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ച് പൊതുവിഭാഗം, അണ്ടർ 17, അണ്ടർ 12 വിഭാഗങ്ങളിലായി 186 പേർ മത്സരിക്കാനെത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time.
celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. കഫേ കുടുംബശ്രീ മേളയിലെ ഇഷ്ടവിഭവമായി അട്ടപ്പാടിയിലെ വനസുന്ദരി. അരമണിക്കൂറിനകമാണ് കോഴി കൊണ്ടുള്ള വനവിഭവം തയ്യാറാക്കുന്നത്. രുചി വൈവിധ്യം സമ്മാനിക്കുന്ന നിരവധി വിഭവങ്ങൾ കഫേ കുടുംബശ്രീ മേളയിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും അട്ടപ്പാടിയിൽ നിന്നെത്തിയ 4 അംഗ സംഘം തയ്യാറാക്കിയ വനസുന്ദരി വിഭവം ആയിരങ്ങളുടെ ഇഷ്ടവിഭവമായി മാറി. അട്ടപ്പാടിയിലെ കാടുകളിൽ മാത്രം ലഭിക്കുന്ന കോഴി ജീരകം ചേർത്തുള്ള പാചകമാണ് വനസുന്ദരിയിലെ പ്രധാന ചേരുവ. ഏറെ ഔഷധ ഗുണമുള്ള കോഴി ജീരകവും ഇലയ്ക്കൊപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് തുടങ്ങിയവ അരച്ചെടുത്ത് മഞ്ഞളിട്ട് പുഴുങ്ങിയ കോഴി ഇറച്ചിയിലേക്ക് ചേർക്കുന്നു. ഇതോടെ വനസുന്ദരി തയ്യാർ. രുചിയുടെ തലം വ്യത്യസ്തമാണ്. വനസുന്ദരിക്കൊപ്പം ദോശയും ഊരുകാപ്പിയും കുടിച്ചാണ് ആളുകളുടെ മടക്കം. എണ്ണ ഉപയോഗിക്കാതെയാണ് ഇഷ്ടവിഭവം തയ്യാറാക്കുന്നത്. ഡൽഹിയിലടക്കം ഭക്ഷ്യമേളയിൽ പങ്കെടുത്ത സംഘമാണ് വനസുന്ദരി തയ്യാറാക്കാൻ കാഞ്ഞങ്ങാട്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 3 നാൾ നീണ്ട ത്യാഗരാജ പുരന്ദരദാസ സംഗീതോത്സവം സമാപിച്ചു. ആദരിക്കൽ ചടങ്ങും നടന്നു. സദ്ഗുരു ത്യാഗബ്രഹ്മ സംഗീത സഭയുടെ 3 നാൾ നീണ്ടുനിന്ന ത്യാഗരാജ പുരന്ദരദാസ സംഗീതോത്സവം സമാപിച്ചു. സംഗീതാരാധനയുടെ ഭാഗമായി മനോജ് പയ്യന്നൂർ പാടി. എസ് നവനീത് കൃഷ്ണൻ, പയ്യന്നൂർ PV രാജൻ, വെള്ളിക്കുത്ത് P രാജീവ് ഗോപാൽ എന്നിവർ പിന്നണിയിൽ സഹകരിച്ചു. തുടക്കം മുതൽ സംഗീത സഭയുമായി സഹകരിച്ചുവന്ന ഫോട്ടോഗ്രാഫർ ആശീർവാദ് സുകുമാരനെ ആദരിച്ചു. സമാപന കച്ചേരിയിൽ S സാകേതരാമൻ പാടി. HK വെങ്കടരാമൻ വയലിൻ വായിച്ചു. KV പ്രസാദ് മൃദംഗത്തിലും വാഴപ്പള്ളി R കൃഷ്ണകുമാർ ഘടത്തിലും താളമിട്ടു. തുടർന്ന് ആഞ്ജനേയോത്സവത്തോടെ സംഗീതോത്സവത്തിന് സമാപനമായി. സദ്ഗുരു ത്യാഗബ്രഹ്മ സംഗീത സഭയാണ് സംഗീതോത്സവത്തിന്റെ സംഘാടകർ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സദ്ഗുരു ത്യാഗബ്രഹ്മ സംഗീത സഭയുടെ നേതൃത്വത്തിൽ നടന്ന സംഗീതോത്സവം ത്യാഗരാജ പുരന്ദരദാസ സ്മരണകളാൽ ശ്രദ്ധേയമായി. രവി അങ്കിതായ ത്യാഗരാജ സ്വാമികളുടെ വേഷമണിഞ്ഞ ഉച്ചവൃത്തി നടത്തി. ഉപജീവനത്തിനു വേണ്ടി ത്യാഗരാജസ്വാമികൾ ഭിക്ഷയാചിച്ചതിന്റെ പ്രതീകമായി നഗരത്തിൽ ഉഞ്ചവൃത്തി നടന്നു. ശിഷ്യരുമൊത്ത് സ്വാമികൾ കീർത്തനങ്ങൾ പാടി വീടുകളിൽ ചെന്ന് ഭിക്ഷ ചോദിക്കും. ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഭിക്ഷയായി വാങ്ങിയിരുന്നത്. ഭിക്ഷയായി ലഭിച്ചത് ആവശ്യം കവിഞ്ഞ് ബാക്കി വന്നാൽ അടുത്ത ദിവസത്തേക്ക് കരുതി വെക്കാതെ അവ ദാനം ചെയ്യുകയാണ് പതിവ്. പിറ്റേന്ന് വീണ്ടും ഭിക്ഷാടനത്തിനിറങ്ങുമായിരുന്നു. പ്രശസ്തമായ പല ത്യാഗരാജ കീർത്തനങ്ങളും പിറന്നത് ഭിക്ഷാടന വേളയിലാണ്. ത്യാഗരാജ പുരന്ദരദാസ സ്മരണയിൽ കാഞ്ഞങ്ങാട് സദ്ഗുരു ത്യാഗബ്രഹ്മ സംഗീത സഭ നടത്തിവന്ന സംഗീതോത്സവത്തിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും ഉഞ്ചവൃത്തി നടക്കുന്നത്.
സംസ്ഥാനത്ത് ഉഞ്ചവൃത്തി നടക്കുന്ന അപൂർവം വേദികളിലൊന്നാണ് കാഞ്ഞങ്ങാട്. കെ രവി അഗിത്തായെയാണ് ത്യാഗരാജ സ്വാമികളുടെ വേഷമണിഞ്ഞത്. തുടർന്ന് പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു. 50-ലധികം പേർ പങ്കെടുത്തു. ഉഷ ഈശ്വർ ഭട്ട്, മനോജ് പയ്യന്നൂർ, KVS ബാബു കോഴിക്കോട്, പ്രഭാകർ കുഞ്ചാർ, ഗണരാജ് കാർലെ, ബൽരാജ് കാസർഗോഡ്, S നവനീത് കൃഷ്ണൻ, മൃദംഗ വിദ്വാൻ KV പ്രസാദ്, PV രാജൻ, വെള്ളിക്കുത്ത് രാജീവ് ഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുഷ്പ കൊളവയലിന്റെ രണ്ടാമത്തെ കവിതാ സമാഹാരം മൂർച്ച വായനക്കാരിലേക്ക് എത്തി. കോട്ടപ്പുറം വെളിച്ചം വായനയിടത്തിൽ പുസ്തക ചർച്ചയും കവിയരങ്ങും നടന്നു. മിറ്റത്തായോള് എന്ന കവിതാ സമാഹാരത്തിന് ശേഷം പുഷ്പ കൊളവയൽ രചിച്ച മൂർച്ച എന്ന കവിതാ സമാഹാരം വായനക്കാരിലേക്കെത്തി. ആശയം, ഭാഷ എന്നിവ ഒരേപോലെ ചേർന്ന് അതിശയം തീർക്കുകയാണ് മൂർച്ച എന്നാണ് വായനക്കാർ അഭിപ്രായപ്പെടുന്നത്. കോട്ടപ്പുറം വെളിച്ചം വായനായിടത്തിൽ മൂർച്ച പുസ്തക ചർച്ചയും കവിയരങ്ങും നടന്നു. പോയട്രി ഫൗണ്ടേഷൻ ചെയർമാൻ അജികുമാർ നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേദിയിൽ വെച്ച് ആദരിക്കണം എന്ന് ഞാനൊരിക്കലും പറയുന്നില്ല. കാരണം ആദരവുകൾ മറ്റൊരു തരത്തിലേക്ക് മാറ്റി നിർത്തിച്ചിന്തിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട്, പക്ഷേ എങ്കിരുന്നാൽ പോലും സമൂഹത്തിൻ്റെ നാനാതുറകളിൽ പ്രതിഭ തെളിയിക്കുന്ന ആളുകളെ, മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയാൽ ഒരിക്കലും നമ്മൾ മനുഷ്യരാകുകയില്ല എന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന മാനവികത. കവിയും അധ്യാപകനുമായ അനീഷ് വെങ്ങാട്ട് പുസ്തകം അവതരിപ്പിച്ചു. പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പുഷ്പ കൊളവയൽ മറുമൊഴി നടത്തി. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് എല്ലാവരും എന്നോട് സ്നേഹം വെച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും പുസ്തകം വായിച്ചു പറഞ്ഞൊരു സന്തോഷം. പിന്നെ മൂർച്ച എന്നുള്ളൊരു പേര് നേരത്തെ തന്നെ മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് മൂർച്ച എന്ന് കേട്ടിട്ടില്ല. ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൂർച്ച എന്റെ ആ പേര് എല്ലാ തരത്തിലും ഉണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും അത്രത്തോളം ആ മൂർച്ചയ്ക്ക് ശക്തമായിട്ടുള്ള ആ വാക്കുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. തുടർന്ന് നടന്ന കവിയരങ്ങ് രവീന്ദ്രൻ പാടി ഉദ്ഘാടനം ചെയ്തു. കവയിത്രികളൊക്കെ പൊതുവെ കുറവാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൊളവയലിൽ നിന്ന് ഒരു യുവതി അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു വനിത തീക്ഷ്ണമായ കവിതകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അത് ധാരാളം വായിക്കപ്പെടുന്നു എന്നതൊക്കെ വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. പുഷ്പയുടെ കവിതകളിലൊക്കെ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകളും അവർ നേരിടുന്ന പക്ഷപാതവും അവർ അനുഭവിക്കുന്ന തീക്ഷ്ണമായ കുറേ സംഗതികളൊക്കെ അത് കടന്നു വരുന്നുണ്ട്. സെക്രട്ടറി രാജേഷ് ശ്രീധർ അധ്യക്ഷത വഹിച്ചു. ഹനീഫ് പതിയാരിയിൽ, മിതുഷ മുകേഷ്, ഫറീന കോട്ടപ്പുറം, ഷാജു ബാനം തുടങ്ങി ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമുള്ള നിരവധി കവികൾ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് ആദരവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജന സംഗമം സംഘടിപ്പിച്ചത്. മഴവില്ല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രന്ഥലോകം ചീഫ് എഡിറ്റർ PVK പനയാൽ ഉദ്ഘാടനം ചെയ്തു. വയലിനെ കുറിച്ച് തികഞ്ഞ ധാരണ അവിടെയുണ്ട്. പണ്ടുള്ള മനുഷ്യർക്ക് എഴുത്ത് രംഗത്ത് തകഴി ശിവചന്ദ്രപിള്ളയുടെ കഥകൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ നോവലുകൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ഈ പോയ കാലത്തിന്റെ കാർഷിക സമൃദ്ധിയെക്കുറിച്ചും കാർഷിക സംസ്കാരത്തെക്കുറിച്ചും വലിയ ഒരു ലോകം നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ട് വയ്ക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് T. ശോഭ മുഖ്യപ്രഭാഷണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. മീന അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ പ്രസീത BV സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG പുഷ്പ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ, വാർഡ് മെമ്പർമാരായ KV ലക്ഷ്മി, K. രവീന്ദ്രൻ, CDS ചെയർപേഴ്സൺ രത്നകുമാരി, CK കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ, PK പ്രകാശൻ, ചെറാക്കൂട്ട് കുഞ്ഞിക്കണ്ണൻ, K. വാസു തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർ ശോഭന A. നന്ദിയും പറഞ്ഞു. മഴവില്ലിന്റെ ഭാഗമായി നടന്ന തിരുവാതിര, നാടോടി സംഘനൃത്തം, ഒപ്പന എന്നിവ ഏറെ ശ്രദ്ധേയമായി.
നാടൻപാട്ട് കലാകാരൻ ജയൻ കാടകത്തിന്റെ നേതൃത്വത്തിൽ ക്ലാസും നടന്നു. വയോജനങ്ങൾ മറ്റ് വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. ഉദിനൂർ ക്ഷേത്രത്തിലേക്കുള്ള കലശകൂടത്തിന് വഴികാട്ടുന്ന കൂറ്റൻ ചൂട്ടുകളുടെ അകമ്പടിയോടെ പാതിരാത്രിയിൽ രൗദ്രഭാവവുമായി പുതിയാറമ്പൻ തെയ്യമെത്തി. തോറ്റമില്ലാത്ത പുതിയാറമ്പൻ തെയ്യമെത്തുന്നത് ഉദിനൂർ ക്ഷേത്ര പാലക ക്ഷേത്രത്തിനും മാത്രം സ്വന്തമായ നാട്ടുപാരമ്പര്യമാണ്. ഓലകൾ തെരച്ചുള്ള 60ഓളം വരുന്ന കൂറ്റൻ ചൂട്ടുകളുടെ അകമ്പടിയിൽ പുഷ്പാലങ്കൃതമായ കലശക്കുടം എഴുന്നള്ളിപ്പ്. പ്രത്യേക ഈണത്തിലുള്ള കുരവ, ചെണ്ടയുടെ ദ്രുതതാളം, ഒപ്പം ചൂട്ടുവെളിച്ചത്തിൽ തിളങ്ങുന്ന രൗദ്രഭാവവുമായി പുതിയാറമ്പൻ തെയ്യവും. ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിന് മാത്രം സ്വന്തമായ നാട്ടുപാരമ്പര്യമാണ് ഇത്. ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന്റെ സമാപനം കുറിച്ച് തെയ്യാട്ടത്തിന്റെ ഭാഗമായി ഞായറാഴ്ച അർദ്ധരാത്രി നടന്ന കലശമെഴുന്നള്ളിപ്പിന് ആചാരപ്പെരുമകളേറെയാണ്. ക്ഷേത്രപാലകന് കലശമെഴുന്നള്ളിക്കാൻ അവകാശികളായ വലിയ വീട് തറവാട്ടിൽ നിന്നും വടക്കേ നടയിലുള്ള പള്ളിയറ വരെയുള്ള കലശമെഴുന്നള്ളത്തും അകമ്പടിയായുള്ള ചൂട്ടുകളും സംരക്ഷകനായി പുതിയാറമ്പൻ തെയ്യത്തിന്റെ സാന്നിധ്യവും കാണാൻ ദൂരദിക്കുകളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരുന്നു. വലിയ 60 ചൂട്ടുകളാണ് ഞായറാഴ്ച രാത്രി കത്തിച്ചത്. ഓരോരുത്തരുടെയും കായബലത്തിനനുസരിച്ച് ചൂട്ടിന്റെ വലുപ്പത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടായി. തെങ്ങോലകൾ ഉപയോഗിച്ചാണ് ചൂട്ട് കെട്ടിയൊരുക്കിയത്. 30 മുതൽ 40 ഓലകളാണ് ചൂട്ടിന് ഉപയോഗിക്കുന്നത്. ഭാരമേറിയ ചൂട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആയം മൂളി ഓരോ സ്ഥലത്തും തൊട്ടുകൊണ്ടാണ് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നത്. കലശക്കുടം അലങ്കരിക്കുന്നതിലും ഏറെ ആചാരങ്ങൾ പാലിക്കുന്നുണ്ട്. ഇതിനുള്ള അവകാശം തൈവളപ്പ് വീട്ടുകാർക്കാണ്. ഇതിനായുള്ള പൂക്കൾ ശേഖരിക്കുന്നത് ഏഴിമലയിൽ നിന്നാണ്. നേരത്തെ 2 യാത്രകളും കാൽനടയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടുള്ള യാത്ര വാഹനത്തിലാണ്. ആർപ്പുവിളികളുമായാണ് പൂക്കൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്.
പോരാട്ടങ്ങളിൽ ക്ഷേത്രപാലകന്റെ വലംകൈയായി നിന്നിരുന്ന പുതിയാറമ്പൻ തന്റെ യജമാനനുള്ള കലശം സുരക്ഷിതമായി എത്തിക്കുന്നതിനാണ് തെക്കേനട മുതൽ പള്ളിയറ വരെ അനുഗമിക്കുന്നത്. ക്ഷേത്രപാലകന്റെ മുന്നിൽ നിൽക്കാൻ അവകാശമില്ലാത്തതിനാൽ തെയ്യം തെക്കും വടക്കും നടവഴി മുറിച്ച് കിഴക്കൂട്ട് വരാറില്ല. തോറ്റമില്ലാത്ത തെയ്യമാണ് പുതിയാറമ്പൻ. സമീപ പ്രദേശങ്ങളിൽ ഇവിടെ മാത്രമാണ് തെയ്യം കെട്ടിയാടുന്നത്. മകരമാസത്തിലെ കാർത്തിക നാൾ മുതൽ 12 ദിവസങ്ങളിലായി നടക്കുന്ന പാട്ടോത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് തെയ്യാട്ടം നടന്നത്. ഇതിന് 2 നാളുകൾക്ക് മുൻപ് തന്നെ തീയ സമുദായാംഗങ്ങളായ ചെറുപ്പക്കാർ പൂപ്പറിക്കാൻ, ചൂട്ടുകെട്ടാനുള്ള ഓല ശേഖരിക്കൽ, ചൂട്ടുകെട്ടൽ തുടങ്ങിയ ശ്രമകരമായ യത്നത്തിലുമാണ്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പള്ളിക്കര ശക്തിനഗർ ദേവർവീട് റവളനാഥ അമ്മനവർ മഹിഷമർദിനി ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ ബ്രഹ്മകലശോത്സവവും സഹസ്രചണ്ഡികയാഗവും ഏപ്രിലിൽ നടക്കും. ലോഗോ പ്രകാശനം ചെയ്തു. പ്രസിദ്ധമായ പള്ളിക്കര ശക്തിനഗർ ദേവർവീട് റവളനാഥ അമ്മനവർ മഹിഷമർദിനി ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ ഏപ്രിൽ 29 മുതൽ മെയ് 7 വരെ തീയതികളിൽ നടക്കുന്ന ബ്രഹ്മകലശോത്സവവും സഹസ്ര ചണ്ഡികായാഗത്തിന്റെയും ലോഗോ പ്രകാശനം ചെയ്തു. മുൻ MLAയും പുരക്കളി അക്കാദമി ചെയർമാനുമായ കെ കുഞ്ഞിരാമൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഉണ്ടാക്കിയ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. രാമന് മാത്രം പ്രവേശനം, മറ്റൊരു കാര്യങ്ങൾ നേരത്തെ തരുന്നില്ല എന്ന് ഇടുങ്ങിയ ചിന്താഗതികളുടെ കാലം നമ്മുടെ നാട്ടിലായിരുന്നു. അത് പൊതുസമൂഹത്തിന് സ്വന്തങ്ങളാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ പരിഷ്കർത്താക്കളായ ആളുകളും വലിയ സഹായം നടത്തി. നിങ്ങൾക്ക് പത്രം വായിക്കുന്നവരും അതുപോലെ ചരിത്രം വായിക്കുന്നവരും ചരിത്രം പ്രചരിക്കുന്നവരും അത് മനസ്സിലാക്കി മാത്രമേ പറയാൻ കഴിയൂ. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശിവരാമൻ മേസ്ത്രി അധ്യക്ഷത വഹിച്ചു. താനൂജി റാവു പവാർ, വർക്കിംഗ് ചെയർമാൻ മണികണ്ഠൻ നത്തിക്കാൽ, ജനറൽ കൺവീനർ ദിനേശൻ മാസ്റ്റർ, പബ്ലിസിറ്റി ചെയർമാൻ രാജേഷ് പള്ളിക്കര, ഭവാനി ശങ്കർ, സുജിത് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. അടോട്ട് പുതിയപുര വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യങ്കിട്ട് മഹോത്സവം 2027 നടക്കും. ഇതിനു മുന്നോടിയായി തറവാട്ടിൽ കുടുംബാംഗങ്ങളുടെ വിപുലമായ യോഗം ചേർന്നു. അടോട്ട് പുതിയപുര വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യങ്കിട്ട് മഹോത്സവം 2027 നടക്കും. ഇതിനു മുന്നോടിയായി തറവാട്ടിൽ കുടുംബാംഗങ്ങളുടെ വിപുലമായ യോഗം വിളിച്ചു ചേർത്തു. മൊട്ടക്കാൽ ബാലൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പൊളിക്കേണ്ടി വരും. പൊളിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുതുക്കുന്ന സമയത്ത് നല്ല വിവരമായിട്ട് പുതുക്കുക. അതുപോലെ തന്നെ സംഘാടന സമിതി വിളിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ തറവാട് ഭേദഗതി വരുത്തണോ, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. സംഘാടന സമിതി പിന്നെ നടക്കില്ല. അപ്പോൾ ഇതിലെന്തെങ്കിലും ഭേദഗതി വേണം, അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് പുതുക്കി. പുതിയപുര നാരായണൻ അധ്യക്ഷത വഹിച്ചു. അമ്പു ചോട്ട സ്വാഗതം പറഞ്ഞു. റിപ്പോർട്ട് അവതരണവും നടത്തി. TV ശ്രീധരൻ, MV നാരായണൻ, സുരേന്ദ്രൻ, സുധാകരൻ, ദാമോദരൻ, കണ്ണൻ പുതിയപുര എന്നിവർ സംസാരിച്ചു. ഫണ്ട് കൈമാറ്റ ചടങ്ങും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മതിരമ്പാടി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവം ഏപ്രിലിൽ നടക്കും. നിധിശേഖരണത്തിന് തുടക്കമായി. മതിരമ്പാടി ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവം 2025 ഏപ്രിൽ 23, 24, 25 തീയതികളിൽ നടക്കുന്നതാണ്. ആഘോഷത്തിന്റെ ഭാഗമായ നിധിശേഖരണ ചടങ്ങ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ ഷീബ ഉദ്ഘാടനം ചെയ്തു. ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നമ്മുടെ എല്ലാ വർഷവും നടക്കുന്ന ആഘോഷ പരിപാടികൾ ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ പ്രതിഷ്ഠാദിന മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷ കമ്മിറ്റിയുടെ ഒരു നിധിശേഖരണാർത്ഥം എന്നുള്ള രീതിയിൽ ഒരു ഫണ്ടുദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്മിറ്റികൾ എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ ഈ മടപ്പുരയുടെ ആഘോഷ പരിപാടികൾ നടത്തി വരാറുണ്ട്. ആദ്യനിധി തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുൻ പെരിയ നമ്പി ബ്രഹ്മശ്രീ പത്മനാഭൻ മതിരമ്പാടി തായറിൽ നിന്നും ആഘോഷ കമ്മിറ്റി ചെയർമാൻ A. ദാമോദരൻ മതിരമ്പാടി ഏറ്റുവാങ്ങി. കൺവീനർ A. കുഞ്ഞിരാമൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ രാധിക VK നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ A. സന്തോഷ് കുമാർ, മാതൃസമിതി പ്രസിഡന്റ് TV ജാനകി, ഭരണസമിതി സെക്രട്ടറി A. രഘുനാഥ്, മധു മടയൻ, മധുസൂദനൻ, അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോളിച്ചാലിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു. കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോളിച്ചാൽ യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോളിച്ചാൽ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോളിച്ചാൽ മെട്രോ കോംപ്ലക്സിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സൺറൈസ് ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാരായ ഡോക്ടർ സച്ചിൻ, ഡോക്ടർ വിഷ്ണു,
ഡോക്ടർ നീരജ നമ്പ്യാർ, ഡോക്ടർ അശ്വിൻ, ഡോക്ടർ റോഷിത്, ഡോക്ടർ ആരതി, ഡോക്ടർ ശ്രാവൺ, ഡോക്ടർ അപർണ മുരളീധരൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പ്രദേശത്തെ നിരവധി ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, രാജപുരം. ഓട്ടമല ശാസ്താംകുന്ന് അയ്യപ്പ ഭജന മന്ദിരം പ്രതിഷ്ഠാ ദിന മഹോത്സവം നടന്നു. 2 ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിൽ വിവിധ പൂജകൾ നടന്നു. ഓട്ടമല ശാസ്താംകുന്ന് ശ്രീ അയ്യപ്പ ഭജന മന്ദിര പ്രതിഷ്ഠാദിന മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. ആദ്യ ദിനത്തിൽ പള്ളി ഉണർത്തൽ നടത്തിയ ശേഷം നട തുറന്നു. തുടർന്ന് ഭാഗവത പാരായണം നടന്നു. തുടർന്ന് കലവറ നിറക്കൽ ചടങ്ങ് നടന്നു. ഓട്ടമല ദേവീക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട കലവറ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു. തുടർന്ന് സർവൈശ്വര്യ പ്രാർത്ഥന, ആധ്യാത്മിക പ്രഭാഷണം എന്നിവ നടന്നു. ഭക്തർക്ക് അന്നപ്രസാദവും നൽകി. രാത്രിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സമാപന ദിവസത്തിൽ പുലർച്ചെ നട തുറന്ന ശേഷം തന്ത്രീശ്വരൻ ശ്രീപതി അരുളിത്തായയ്ക്കും മറ്റ് തന്ത്രി വര്യന്മാർക്കും ആചാര വരവേൽപ്പ് നൽകി. തുടർന്ന് ശുദ്ധികലശം നടന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു. നാഗദേവതകൾക്ക് 100 പാലും സമർപ്പണം നടന്നു. ആശ്ലേഷബലി, മഹാപൂജ, തായമ്പക, ദീപാരാധന എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, രാജപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും 6ാം ചരമവാർഷിക വിപുലമായി ആചരിച്ചു. തൃക്കരിപ്പൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും 6ാം ചരമവാർഷികം ആചരിച്ചു. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കൗൺസിൽ പള്ളിക്കരയിൽ നടന്നു. CS സുജാത ഉദ്ഘാടനം ചെയ്തു. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. അന്തർ സംസ്ഥാന ചെസ് ടൂർണമെന്റ് പുല്ലൂർ സംസ്കൃതി ഹാളിൽ നടന്നു. കഫേ കുടുംബശ്രീ മേളയിലെ ഇഷ്ടവിഭവമായ അട്ടപ്പാടിയിലെ വനസുന്ദരി വിഭവത്തിന് ആരാധകർ ഏറെയാണ്. 3 നാൾ നീണ്ട ത്യാഗരാജ പുരന്ദരദാസ സംഗീതോത്സവം സമാപിച്ചു. കുഞ്ചവൃത്തിയും നടന്നു. പുതിനൂർ ക്ഷേത്രത്തിലേക്കുള്ള കലശക്കുടത്തിന് വഴികാട്ടുന്ന കൂറ്റൻ ചൂട്ടുകളുടെ അകമ്പടിയോടെ രൗദ്രഭാവവുമായി പുതിയാറമ്പൻ എത്തി. വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം.